നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവിടെ രണ്ടാം വിവാഹം എന്റെ കക്ഷി കഴിച്ചിട്ടില്ല. എങ്ങനെ കഴിക്കും? വിവാഹം കഴിക്കാനിരുന്ന പെൺകുട്ടിയാണ് കാർത്തിക. ആ പെൺകുട്ടിയെ തന്നെയാണ് യുവർ ഓണർ നെട്ടൂർ പാലത്തിന് താഴെ കാറിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. മരിച്ചത് കാർത്തികയാണെങ്കിൽ കൊല്ലാൻ പ്രേരിപ്പിച്ചത് പ്രതിപട്ടികയിലുള്ള 4ാം പ്രതി വിഷ്ണുവും. 1ാം പ്രതിയും 2ാം പ്രതിയും 3ാം പ്രതിയും കുറ്റം സമ്മതിച്ചിട്ടുണ്ട് യുവർ ഓണർ. പ്രതിയായി ആരോപിക്കപ്പെട്ട നിങ്ങൾക്ക് ഈ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ആരെയും കൊന്നിട്ടില്ല. എനിക്കാരെയും കൊല്ലാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പാകെ ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് സാക്ഷി വിസ്താരം ആരംഭിക്കാം. സാക്ഷി വിസ്താരത്തിന് മുൻപ് ഒരു ഡിജിറ്റൽ തെളിവ് ഹാജരാക്കാനുണ്ട് യുവർ ഓണർ. കല്യാണ ദിവസം, അതായത് മരണപ്പെട്ട കാർത്തികയും പ്രതിയാക്കപ്പെട്ട വിഷ്ണുവും തമ്മിലുള്ള കല്യാണത്തിന്റെ അന്ന് കല്യാണ മണ്ഡപത്തിന്റെ ഗ്രീൻ റൂമിൽ വെച്ച് ഒരു കൊലപാതക ശ്രമം നടക്കുകയുണ്ടായി. വിഷ്ണു കാർത്തികയോട് ഈ കല്യാണത്തിൽ നിന്നും പിന്തിരിയണമെന്നും ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞ് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നതിന്റെ വീഡിയോ ബഹുമാനപ്പെട്ട കോടതിയുടെ സമക്ഷം സമർപ്പിച്ചിരുന്നു. ഇതിൽ നിന്നും കാർത്തികയെ കൊന്നത് ഈ നിൽക്കുന്ന വിഷ്ണു തന്നെയെന്ന് വ്യക്തമായി കോടതിക്ക് മനസ്സിലാക്കാവുന്നതാണ്. കാർത്തികയുടെ രക്തം പുരണ്ട കത്തി തെളിവിനായി ഹാജരാക്കിയിട്ടുള്ളതാണ്. ഒബ്ജെക്ഷൻ യുവർ ഓണർ. എന്റെ കക്ഷിയുടെ ജീവിതത്തിലേക്ക് കാർത്തിക എന്ന പെൺകുട്ടി അവിചാരിതമായാണ് കടന്നു കയറിയത്. അല്ലാതെ എന്റെ സുഹൃത്തും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അമീർ പറയുന്നത് പോലെ വിഷ്ണു ഒരു ചതിയനോ വിവാഹ തട്ടിപ്പ് വീരനോ ഒന്നുമല്ല. വിഷ്ണുവിന്റെ മനസ്സിൽ അന്നും ഇന്നും ഉണ്ടായിരുന്നത് ഒരേ ഒരു ഭാര്യ മാത്രമാണ്. അത് ശാലിനി വിഷ്ണു എന്ന ജില്ലാ കളക്ടറാണ്. അവരുടെ സ്നേഹം പവിത്രവും ദിവ്യവും ഇപ്പോഴും നിലനിൽക്കുന്നതുമാണ്. വിഷ്ണു ഈ പറയുന്ന രീതിയിൽ ഒരു സ്ത്രീ ലംബടനായിരുന്നുവെങ്കിൽ ഒരിക്കലും അവരുടെ സ്നേഹം ഇപ്പോഴും നിലനിൽക്കില്ലായിരുന്നു. യുവർ ഓണർ, വിഷ്ണുവിന് സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയാം. യഥാർത്ഥ സത്യവും ഇത് തന്നെയാണ്. ഹർഷൻ നാട്ടിലേക്ക് എത്തുന്ന 2 ആഴ്ച. അതുവരെ വിഷ്ണുവിന്റെ ഭാര്യ എന്നുള്ള ഒരേ ഒരു ലേബലിൽ എനിക്ക് ഒളിച്ചു താമസിക്കാൻ പറ്റിയ ഒരിടമ സത്യാമ്മയുടെ വീട്. ശാലിനിയിൽ നിന്ന് വിഷ്ണുവേട്ടൻ സത്യയെ സംബന്ധിച്ച രഹസ്യം അറിയുന്നു. ഹർഷൻ US നിന്ന് മടങ്ങിയെത്തുന്നു. എല്ലാ തെറ്റിദ്ധാരണകളും നീക്കി വിഷ്ണുവേട്ടനും ശാലിനിയും സുഖമായി ജീവിക്കണം. ഞാൻ ഹർഷനൊപ്പം US പോകും. ഇമോഷൻസിനും സെന്റിമെന്റ്സ് സീനുകൾക്കും സിനിമയിൽ ചിലപ്പോൾ പ്രാധാന്യം ഉണ്ടായേക്കാം മിസ്റ്റർ അർജുൻ. പക്ഷേ കോടതിയിൽ വേണ്ടത് എവിഡൻസ് ആണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.